Good morning once again. ബോർഡിലെ ഫിഗർ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, അത് ജസ്റ്റ് റഫ് ആയിട്ട് ആദ്യം ഒന്ന് വരച്ചെടുത്തിട്ട് ആ വാല്യൂയിൽ എഴുതി വെക്ക്. ഇറ്റ്സ് എ 4-bar മെക്കാനിസം. ഈ 4-bar മെക്കാനിസത്തിൽ 3 സെറ്റ് ഓഫ് ടോർക്സ് ആർ ഗിവൺ. ഒരു മിനിറ്റ്. And within that, the magnitudes of torques T3 and T4 are given as 50 Newton meter and 40 Newton meter respectively. T3 50 ആണ്, T4 40 ആണ്. Now what you have to do is, for the static equilibrium of the mechanism, you have to determine the required input torque T2. Input torque T2 ഏതാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലിങ്കിൽ കൊടുക്കേണ്ട ഇൻപുട്ട് ടോർക്കിനെയാണ് നമ്മൾ ടോർക്ക് T2 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. In the shown 4-bar mechanism, the torques T3 and T4 are having magnitudes 50 Newton meter and 40 Newton meter respectively. Now, for the static equilibrium of the mechanism, determine the required input torque T2. You have to determine the input torque T2. ഈ ഫിഗർ എല്ലാവരും വരച്ചെടുത്താ റഫായിട്ട്? എടുത്തോ? ഓക്കെ, ഫിഗർ എടുക്കുക. അതിന്റെ കൂടെ the length of links are given. AB, BC, CD and the length of AD is also given. Note down those lengths. Note down the value of T3 and T4. അത്രയും കാര്യം ആദ്യം ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൗ മൈറ്റ് വി ഡു ദിസ്? എന്ത് രീതിയിലായിരിക്കും ഇത് ചെയ്യുക എന്നുള്ള ആലോചിക്കുക. ആംഗിൾസ് വന്നിട്ടുണ്ടോ? ആംഗിൾസ് ഇല്ല, ആംഗിൾസ് വന്നിട്ടില്ല. ആംഗിളിന് ആവശ്യം വരില്ലല്ലോ ഇതില്. You have to start by drawing the configuration diagram. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്.
ഹലോ സാറേ, ആ പറയടാ. എ ഡിന്റെ മിഡ് പോയിന്റിൽ കൂടിയാ ബി സി എന്ന് പറഞ്ഞ ലിങ്ക് പോകുന്നത്. എഡിന്റെ അല്ലല്ല, അങ്ങനൊന്നുമില്ല. എന്നിട്ട് ആംഗിളിൽ സാർ നിന്ന് അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഉണ്ടാകണ്ടല്ലേ? ഏതാ? അല്ല, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഉണ്ടാകണ്ടല്ലേ? ക്വസ്റ്റ്യനിൽ ആംഗിൾ തന്നിട്ടില്ലടാ. എഡിന്റെ മിഡ് പോയിന്റിലൂടെ അല്ല ബി സി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ വരക്കാൻ പറ്റുമോ. ആദ്യം എ ഡി വരക്കുക. എ എന്ന സെന്റർ പോയിന്റും ഡി എന്ന സെന്റർ പോയിന്റ്, രണ്ട് എൻ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് എയിൽ നിന്ന് എ സെന്റർ പോയിന്റ് ആയി വെച്ചിട്ട് 30 mm ഒരു സർക്കിൾ വരച്ച് വെക്കുക. പിന്നെ ഡി സെന്റർ പോയിന്റ് ആയി വെച്ചിട്ട് സി ഡി, അതായത് 35 റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക. ഇനി ഈ രണ്ട് സർക്കിളിനും ടാൻജന്റ് ആയിട്ട് പോകുന്ന രീതിയിൽ ബി സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 74. ഒരു ലൈൻ ആദ്യം വരക്കുക. ടാൻജന്റ് ആയിരിക്കണം രണ്ട് സർക്കിളും. ആ ബി സി വരച്ചു വെച്ചതിന് ശേഷം ബി സി എന്ന രണ്ട് എൻ പോയിന്റ് മാർക്ക് ചെയ്യുക. ബി എയിലേക്കും ജോയിൻ ചെയ്യുക, സി ഡിയിലേക്കും ജോയിൻ ചെയ്യുക. കാരണം എന്താ, ആ ബി എവിടെ വന്നാലും ആ ബി വരുന്നത് എന്താ, ആ ആദ്യം നമ്മൾ വരച്ച സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ മേലെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ആ ബിയിൽ നിന്ന് എയിലേക്ക് ജോയിൻ ചെയ്താൽ എങ്ങനെയായാലും അതിന്റെ ലെങ്ത് 30 ആയിരിക്കും. കാരണം എല്ലാം റേഡിയസ് ആയിരിക്കും. മനസ്സിലായ? ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. ആംഗിൾ ഒന്നുമില്ല. 4 ഡയമണ്ട് ലെങ്ത്തിന്റെ 4 ലിങ്കിന്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ടോർക്ക് തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും യു ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് എ വേ ടു ഡ്രോ ദി കോൺഫിഗറേഷൻ ഡയഗ്രാം. ഇതിൽ ആംഗിൾ തന്നിട്ടില്ല എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല. ഹലോ ഗൈസ്, ദീപലിക്കയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കാണാൻ പോകുന്നത് ഒരു വിഷുക്കണിയാണ്. ആരിക്ക എന്താണെന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ആരായിരിക്കുമല്ല, അവൾ പ്രിയപ്പെട്ട സാറിന് വേണ്ടിയാണ് കരുതുന്നത്. നമ്മൾ ചെന്നൈ കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ പറയാ.
കോൺഫിഗറേഷൻ വരച്ചാ? ഹലോ, എടാ കോൺഫിഗറേഷൻ ഡയഗ്രം വരച്ചോ? ഓക്കെ, അതിനുശേഷം എങ്ങനെയായിരിക്കും ഇത് ചെയ്യാം? സാറേ കോൺഫിഗറേഷൻ ഡയഗ്രാം വരക്കുന്ന ഒന്നുകൂടി പറയും. ഇവിടെ എ സെന്റർ ആക്കി വെക്കുക, എന്നിട്ട് എ ബി ലെങ്ത്തിൽ ഒരു സർക്കിൾ ആദ്യം വരക്കുക. എ സെന്റർ ആക്കി വെച്ച് എ ബിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ വരക്കുക. രണ്ടാമത് എന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡി സെന്റർ ആക്കി വെച്ച് അടുത്തൊരു സർക്കിൾ വരക്കുക. ഇതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ഇതിന്റെ കാരണം ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ സി ഡി ആയിരിക്കണം റേഡിയസ്. ഇനി എന്താ വെച്ചാൽ ഈ രണ്ട് സർക്കിളിനും ടാൻജൻഷ്യൽ ആയിട്ട് വരുന്ന രീതിയിൽ ഇവിടുന്ന് ബി സി ലെങ്ത്, ബി സിന്റെ ലെങ്ത് എന്നിട്ട് എത്ര 74, എത്രയാണെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ ഒരു ലൈൻ ആദ്യം കൺസിഡർ ചെയ്യാം. അത് സ്കെയിൽ വെച്ചിട്ട് നോക്കുക എങ്ങനെ വരുന്നതെന്നുള്ളത്. 74 വരുന്ന രീതിയിൽ ടാൻജൻഷ്യൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ ടാൻജൻഷ്യൽ ആകുന്ന പോയിന്റ് ബി എന്നും ഇവിടെ ടാൻജൻഷ്യൽ ആകുന്ന പോയിന്റ് സി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബി എന്ന് എയിലേക്കും ജോയിൻ ചെയ്യുക, സി എന്ന് ഡിയിലേക്കും ജോയിൻ ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കലി ഇത് ഗിവൺ ലെങ്ത് തന്നെയായിരിക്കും, ഇതും ഗിവൺ ലെങ്ത് ആയിരിക്കും. മനസ്സിലായ? എടാ മനസ്സിലായ? അതങ്ങനെ ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ് നമുക്കിതില് ലീനിയർ ഫോഴ്സസ് ഒന്നും തന്നിട്ടില്ല. നമുക്കുള്ളത് 3 ടോർക്കാണ്. T3, T4, T2. അതിൽ T3, T4 കംപ്ലീറ്റ്ലി നോൺ ആണ്. ടോർക്കിന്റെ ഡയമെൻഷനും അറിയാം, മാഗ്നിറ്റ്യൂഡും അറിയാം, ഡയറക്ഷനും അറിയാം. T2 is the one which we are supposed to find out. ലിങ്ക് നമ്പർ 2, ലിങ്ക് നമ്പർ 3, ലിങ്ക് നമ്പർ 4. ഇത് ചെയ്യുന്നത് കാണുന്നില്ലേ, ഇവിടെ വരക്കുന്ന കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റേജ് 1 ആണ്. ഓക്കെ, 2 സ്റ്റേജസ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത്. സ്റ്റേജ് 1 ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ, if you look at the constraint forces and classify each of the link, എല്ലാ ലിങ്കും 2 ഫോഴ്സ് ആൻഡ് എ ടോർക്ക് എന്ന മെമ്പേഴ്സ് ആണ്. 3 2 ഫോഴ്സ് ആൻഡ് എ ടോർക്ക് മെമ്പേഴ്സ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഗിവൺ ഈസ് ലെസ്. അതുകൊണ്ട് നമുക്ക് ഫൈൻഡിങ് ദി അൺനോൺ മൈറ്റ് ഗെറ്റ് ഡിഫിക്കൽട്ട്. സോ ഇതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ നെഗ്ലക്ട് T3 നെഗ്ലക്ട് ചെയ്യുക. ടോർക്ക് T3 തേർഡ് ലിങ്കിലെ ടോർക്ക് ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ T3 നെഗ്ലക്ട് ചെയ്യുമ്പോൾ എന്താ നാച്ചുറലി സംഭവിക്കുക? ലിങ്ക് 3 എന്തായി മാറും? ഒരു 2 ഫോഴ്സ് മെമ്പറായി മാറും. ലിങ്ക് 3 ഒരു 2 ഫോഴ്സ് മെമ്പറായി മാറും അല്ലെ? ആ ലിങ്ക് 3ന്റെ 2 ഫോഴ്സസ് ആയിരിക്കും ഈ എൻഡിൽ വരുന്നതും ഈ എൻഡിൽ വരുന്നതും. കംപ്ലീറ്റ്ലി ഇക്വിലിബ്രിയത്തിലാണ്. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ
ടു ഫോഴ്സ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും ആയിരിക്കണം. സോ നെഗ്ലക്ടിങ് T3 ലിങ്ക് 3 ബിക്കംസ് വാട്ട് എ ടു ഫോഴ്സ് മെമ്പർ. ഇനി എന്ത് ചെയ്യുക? ഡ്രോ ദി FBDs. എല്ലാ ലിങ്കിന്റെയും FBDs വരക്കുക. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചാൽ ലിങ്ക് 3ന്റെ ഫ്രീ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ലിങ്ക് 3 എങ്കിൽ this is B, this is C. The forces will be F23, this will be F43, link 3. Any, if we consider link number 4 consider ചെയ്താൽ F43 ഡയറക്ഷൻ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ലിങ്ക് നമ്പർ ഇതിൽ ഏത് രീതിയിലാണ് വരിക? ഫോഴ്സസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇങ്ങോട്ട് വരുന്നത്. F43ക്ക് പാരലായിട്ട് F34, ഇതിന്റെ ഓപ്പോസിറ്റ് F34 എങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ഇതിന് പാരലായിട്ടുള്ള സാധനം ഇവിടെ വരണം. ദിസ് വിൽ ബി F14, 1 നിന്ന് 4ലേക്കുള്ളത്. സോ ഇനി ഇവിടെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. Extend this F14 and F34ഉം ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ദിസ് വിൽ ബിക്കം ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ. ഈ ലെങ്ത് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം, എക്സ്. ഇനി ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ T4ന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. T4 ഇങ്ങനെയുള്ളത്, T4ന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ. സോ T4ന്റെ മാഗ്നിറ്റ്യൂഡ് ഗിവൺ ആണെങ്കിൽ ഈ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് നമ്പർ 4 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T4 ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? F34 multiplied by x perpendicular distance, or F14 multiplied by perpendicular distance. ഇത്ര എഴുതാം. നിങ്ങളൊരു കാര്യം ഇത് രണ്ടും നോട്ട് ചെയ്ത് നോക്ക്. അത് നോട്ട് ചെയ്താ ഫ്രീ ബോഡി ഡയഗ്രാംസ് നോട്ട് ചെയ്യും. ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ എക്സ് എങ്ങനെ, ഈ എക്സ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി വരച്ചാൽ നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. എക്സ് മെഷർ ഫ്രം ഫ്രീ ബോഡി ഡയഗ്രാം, FBD മെഷർ ചെയ്യാം. ഇനി F34 ഇതിൽ T4 is given as 40 Newton meter, given value ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് we can find out F34 is equal to what? T4 divided by x. സെയിം വാല്യൂ തന്നെ ആയിരിക്കും എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് F34 സെയിം വാല്യൂ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് F14 ഉണ്ടാവുക. ഇത് ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഈസ് ദിസ് ക്ലിയർ? യെസ് സർ. F14 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? F34 ഷുഡ് ബി ഈക്വൽ ടു, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? മൈനസ് F43. സോറി, ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F23. ഡയറക്ഷൻ മാറണം. F34 ഇങ്ങനെയാണെങ്കിൽ മൈനസ് F43 ആയി, മൈനസ് F23 ആയി. ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇത് വായിക്കുന്നത് സ്റ്റേജ് 1ന്റെ ഈ എഴുതിയത് വായിക്കുന്നതാണ്. വി ക്യാൻ കം ടു ഫ്രീ ബോഡി ഓഫ് ലിങ്ക് നമ്പർ 2. ലിങ്ക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളത്. A, this is B. So F23 ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ട F32 എന്ന് പറഞ്ഞാൽ F32 ഇങ്ങനെയാണെങ്കിൽ ഇത് ഷുഡ് ബി പാരലൽ
F12. ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? എഗെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് y ആണെന്ന് ഇരിക്കും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ F32 അല്ലെങ്കിൽ F23 നമുക്ക് ഇടുന്ന അറിയാം. F23 അറിയെങ്കിൽ this should be F32. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ ഇവിടുന്ന് വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് T2 ആണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. സോ T2 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? T2 should be equal to F32 multiplied by the perpendicular distance y. Perpendicular distance measure ചെയ്യാം. ഇവിടെ you will get one value of T2. T2ന്റെ ഒരു ന്യൂട്ടൺ മീറ്റർ വാല്യൂ കിട്ടും. T2ന്റെ ഒരു ന്യൂട്ടൺ മീറ്റർ വാല്യൂ എന്ന് കിട്ടുന്നത് ഇതിനെ T21 എന്നോ അല്ലെങ്കിൽ T2A എന്ന് കൊടുക്കാം. T2A എന്ന് കൊടുത്താൽ സ്റ്റേജ് 1ന് ഒരു സ്റ്റേജ് എ എന്ന് കൊടുത്തോ. ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ്. സ്റ്റേജ് എ. സ്റ്റേജ് എയിൽ കിട്ടുന്ന വാല്യൂ ആണ് ഇത് T2A. T2ന്റെ കംപ്ലീറ്റ് വാല്യൂ അല്ല, ദിസ് ഇസ് T2A. സ്റ്റേജ് എയിൽ കിട്ടുന്ന വാല്യൂ T2A. ഗിവൺ ക്വസ്റ്റ്യനിൽ T2ന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ഗിവൺ ക്വസ്റ്റ്യനിൽ T2ന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ബട്ട് സ്റ്റേജ് എ നോക്ക്. സ്റ്റേജ് എയിൽ നമുക്ക് കിട്ടുന്ന T2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഡയറക്ഷൻ. കാരണം F32 F12 ഉണ്ട്. സോ ഈ ബാറ് ട്വിസ്റ്റ് ആവുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ ഈ ബാറ് ട്വിസ്റ്റ് ആവുന്ന ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ സ്റ്റാറ്റിക് ബാലൻസ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോർക്ക് കാണിക്കണം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിൽ ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ കിട്ടുന്ന, അതായത് ഫസ്റ്റ് കേസിൽ കിട്ടുന്ന T2ന്റെ വാല്യൂ വിൽ ബി ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ക്ലിയർ ആണോ ഈ എഴുതിയത്, ഈ പറഞ്ഞത്? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ. ഇത് ക്ലിയർ ആണെങ്കിൽ ഇത് സ്റ്റേജ് എ ആണ്. സ്റ്റേജ് ബിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ T3 യു കീപ് ഇറ്റ് ആസ് സച്ച്, നെഗ്ലക്ട് T4 നെഗ്ലക്ട് ചെയ്യുക. T4 നെഗ്ലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേ പ്രൊസീജിയർ ആണ്, പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ CD എന്ന ലിങ്ക്. ഐ ആം ടോക്കിംഗ് അബൌട്ട് സെക്കൻഡ് സ്റ്റേജ്. CD ബിക്കംസ് എ 2 ഫോഴ്സ് മെമ്പർ. ഒരു ഫോഴ്സ് ഇങ്ങനെയും ഒരു ഫോഴ്സ് ഇങ്ങനെയും. അവിടെ നിന്ന് എന്ത് ചെയ്യാം? കം ടു BC വരുമ്പം ഈ എൻഡിലുള്ള ഫോഴ്സ് നേരത്തെ അത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും. അപ്പൊ അതിന് പാരലൽ ഇവിടുന്ന് ഇങ്ങനെയും വരും. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. T3 ഗിവൺ ആണ്, നമുക്ക് ഈ ഫോഴ്സോ കിട്ടും. ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കം ബാക്ക് ടു AB. ഇവിടെ എങ്ങനെയാണോ ഫോഴ്സ് മാർക്ക് ചെയ്തില്ലേ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാരലൽ ആയിട്ട് വേണം രണ്ട് എൻഡും മാർക്ക് ചെയ്യാം. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? Yes, sir. Let me take the attendance.
Advait. Open, sir. Open, sir.